ഞാനിവിടെ ഹ്യൂമൻ സ്റ്റോമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഖാൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളൂ. ഇവിടെ റാപ്പിഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ 2 വീലൊക്കെ നമ്മൾ ഊബർ പോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. 30 റുപ്യാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ഇവിടുന്ന് ഹ്യൂമൻ സ്റ്റോമ്പിലേക്ക് ഞാനൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. നോക്കാതെ 2 മിനിറ്റ് ടൈം കാണിക്കുന്നു. അപ്പോൾ വണ്ടി വരുമോ നോക്കാം, പരീക്ഷകളല്ലേ. ആക്ച്വലി നമ്മൾ ടാക്സി വണ്ടി 2 വീലർ എത്തിയതായിട്ട് കാണിക്കുന്നുണ്ട്. കോൾ വരുന്നുണ്ട്, നോക്കട്ടെ. OTP ആണ്. അപ്പോൾ ആളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി OTP കൊടുക്കണം. ആപ്ലിക്കേഷൻ ആയന 6702. क्यों नाम आपका नाम? मेरा नाम हेमंत. हेमंत. This is for a vlog. അപ്പോൾ ആളെത്തിയിട്ട് 2 മിനിറ്റ് പറഞ്ഞ് 2 മിനിറ്റ് കൊണ്ട് സംഭവം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടിയിലാണ് മെയിൻ സ്റ്റോമ്പിലേക്ക് പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹേമന്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവേഴ്സാണ്. വളരെ സിമ്പിളും എളുപ്പമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ ബുക്ക് ചെയ്ത് 2 മിനിറ്റ് പറഞ്ഞ് 2 മിനിറ്റിനുള്ളിൽ തന്നെ വണ്ടിയുടെ എത്തി. റാപ്പിഡോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോ വേണ്ടതോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയുള്ള പോക്കിലൊക്കെ ഞാൻ ഓട്ടോ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് 80 റുപ്പീസാണ്. 80 റുപ്യ പറഞ്ഞു. ഇതൊരു 30 റുപ്യൊക്കെ സംഭവം നടക്കും. 28 റുപ്യാണ്. നമ്മളെ ചെക്കിനാ മോനെ ഓനിക്ക് ഇന്ത്യയെ അറിയോ, അനക്കാതൊക്കെ തീരെ അറിയുകയും ചെയ്യില്ല. നമ്മൾ എങ്ങനെയല്ലോ പിന്നെ എൻ്റെ ഇന്ത്യ എനിക്ക് മനസ്സിലാകുന്നില്ല. ശുദ്ധ ഇന്ത്യ ആയതുകൊണ്ടായിരിക്കണം. എന്താ ചെയ്യുക, പോയ എൻ്റെ മക്കാരൊക്കെ എന്നോട് പറയുന്നത് എന്തെന്നാ ചങ്ങായി പറയുന്നത്, ഇന്ത്യമാരാ രാഷ്ട്രവാസിയല്ലേ പറഞ്ഞിട്ട് വയ്ക്കുന്നത്. എന്താ ചെയ്യാം, നടക്കണേ, സഹിച്ചോളാം. ഓക്കെ ബൈ. ओके भाई, थैंक यू. സി യു. അടിപൊളി പരിപാടി കേട്ടോ. പെട്ടെന്ന് സംഭവം നടന്നു കിട്ടി. ചെറിയ പൈസക്ക് ഞാനിവിടെ എത്തി. ഇത് 28 റുപ്യ എനിക്ക് എമൗണ്ട് വന്നിട്ടുള്ളത്. അതിൽ ഞാൻ അവരോട് ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് കുറേ നല്ല സർവീസ് ഡെയിലി കിട്ടാറുണ്ടോയെന്നല്ലോ. വേറെ ചിലപ്പോൾ 50 ട്രിപ്പെല്ലാം കിട്ടും പോലും. പിന്നെ എന്താ വേണ്ടേ, അതിൻ്റെ അടുത്ത് ഇപ്പോൾ 28 റുപ്യേന്ന് ഒരു 6 റുപ്യ പോലെ ഇവർക്ക് എന്ത് കമ്മീഷൻ കട്ടാവുമെന്ന് പറഞ്ഞു റാപ്പിഡോന് വേണ്ടിയിട്ട്. നല്ല അടിപൊളി പരിപാടി കേട്ടോ. താങ്കൾ ക്യൂബിലാണ്. അഡ്മിഷൻ ഫീ ഉണ്ട് കേട്ടോ. ഇന്ത്യൻസിന് 40 റുപ്യ ഒരാൾക്ക്, ഫോറിനേഴ്സിനാണെങ്കിൽ 600 റുപ്യ. ഇതിലല്ലേ പറയുന്നത് ചതിവ് അവരെ പറ്റിക്കൽ അല്ലേ. ഇന്ത്യൻസിന് 40 റുപ്യ ഉള്ളേ. അങ്ങനെ 40 രൂപ കൊടുത്ത് ഒരു ടോക്കൺ കിട്ടി. ഇനി ഇതുമായിട്ട് നമുക്ക് നേരെ അകത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ട്, ഉള്ളിൽ നിന്ന് എടുക്കാം. അകത്തേക്ക് കയറിയ സമയത്ത് ഫസ്റ്റ് കാണുന്നതാണ് ഇസാ ഖാൻസ് ഗാർഡൻ ടോംബ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഓക്കെ, അവിടത്തേക്കാണ് നമ്മളിപ്പം കയറാൻ വേണ്ടി പോകുന്നത്. ഇസാ ഖാൻസ് ഗാർഡൻ ടോംബ്. പഴയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ്.
ഇസാഖ് ആൻഡ് സ്റ്റോംബിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇനി ഹുമയൂൺ സ്റ്റോംബ് ലക്ഷ്യമാക്കിയിട്ട് പോക്കാം കേട്ടോ. This is ഹുമയൂൺ സ്റ്റോംബ്. അവിടെയുള്ള പണ്ട് കാലത്തുള്ള കുറച്ച് സംഭവങ്ങൾ അവശേഷിപ്പുകളൊക്കെ ബാക്കിയുണ്ട്. വരുന്ന വഴിക്ക് കണ്ട സംഭവമാണ് അറബ് സറായ് ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അതാണിത് ഹുമയൂൺ സ്റ്റോംബ് ദേ അങ്ങ് ലാസ്റ്റ് ഉള്ളത്. അതിൻ്റെ ഇടയിലുള്ള ഒരു അറബ് സറായ് ഗേറ്റ് വേ എന്ന് പറയുന്ന ഒരു നിർമ്മിതിയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹുമയൂൺ സ്റ്റോംബിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് മാത്രമല്ല, ഇതിനേക്കാൾ ഏറെ ഉണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഷൂട്ട് ചെയ്ത് രംഗങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ടില്ലേ, ഹുമയൂൺ സ്റ്റോംബ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അപ്പുറപ്പുറമൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലുള്ള വ്യത്യസ്തമായ കുറേ ചരിത്ര നിർമ്മിതികളൊക്കെ ഇവിടെ തന്നെയുണ്ട്, ശവകുടീരങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ വരുന്നവർ എല്ലാം ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ നിന്നും ഡൽഹിയിലുള്ള മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ഈ ഹുമയൂൺ സ്റ്റോംബിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ ഒരു കറക്റ്റ് സ്ട്രക്ചർ ഇതുപോലെ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണിക്കുന്നുണ്ട്, ഒരു മ്യൂസിയം പോലെ സെറ്റാക്കിയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കിട്ടിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. കംപ്ലീറ്റ് കവർ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് പോകാൻ പറ്റും കേട്ടോ. ശരി, മ്യൂസിയം സെറ്റപ്പിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രാവിനെയൊക്കെ നോക്കി. മേക്കിംഗ് ഓഫ് ഇതിൻ്റെ നമ്മളെ ജനലുകൾ ഉണ്ടാക്കിയ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം പഠിക്കാനും അറിയാനും ആഗ്രഹമുള്ള ആൾക്കാർ നേരെ വന്നു പഠിച്ചോ കണ്ടോ എല്ലാം കാണേണ്ട കാര്യം. ഇല്ല, ശരിക്കും ഇതിനെപ്പറ്റി കംപ്ലീറ്റ് സ്റ്റഡി ചെയ്യുന്നത് ഈ ഫോറിനേഴ്സാണ്. അവർ പഠിക്കുന്ന അവരുടെ പണ്ട് കാലത്ത്, അതായത് ഇസാഖ് ആൻഡ് സ്റ്റോംബ് ഗാർഡിൻ്റെ എക്സ്കവേഷൻ ടൈമിൽ കണ്ടെത്തിയ സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്ട്സ് ഫൗണ്ട് ഡ്യൂറിങ് എക്സ്കവേഷൻ അറ്റ് ഇസാഖ് ആൻഡ് സ്റ്റോംബ് ഗാർഡ്. ഓക്കെ, ഇതെല്ലാം അന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മ്യൂസിയം പോലെ ഉണ്ടാക്കിയിട്ട് അതിലൂടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സുന്ദർ നേഴ്സറി, നമ്മൾ നേരെ വരുന്നതിൻ്റെ നേരെ അപ്പുറത്തുള്ളതാണ് സംഭവം സുന്ദർ നേഴ്സറി എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറിനോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനടുത്തായിട്ട് വേറെയും കുറച്ച് 2 ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാം. ഞാൻ ജസ്റ്റ് ഈ ഹുമയൂൺ സ്റ്റോംബ് മാത്രമേ കാണുന്നുള്ളൂ. പറഞ്ഞതെന്ന് വെച്ചാൽ സുന്ദർ നേഴ്സറി, പുരാന ഖില, പിന്നെ നിസാമുദ്ദീൻ ദർഗ, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇവിടെ വരുന്നവർ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ഇനിയും കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഉണ്ട്.